നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മഴ പെയ്യുന്നു മധളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനവും ചെയ്തു. ശ്രീനിവാസൻ ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാനായിട്ടില്ല പ്രിയപ്പെട്ടവർക്ക്. ഉദയനാണ് താരത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് മുതൽ ശ്രീനിയുമായി പരിചയത്തിലായതാണ് ആന്റണി. പേഴ്സണൽ കാര്യങ്ങളിലായാലും സിനിമകളിൽ മാനേജറായും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി നേരിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒഫീഷ്യലായി പുള്ളിക്ക് അങ്ങനെ മാനേജർ ഒന്നുമില്ല. നിങ്ങളുടെ മാനേജർ എന്തിയെ, സെക്രട്ടറി എന്തിയെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് എല്ലാവരും എന്നെ കാണുന്നതെന്നും ആന്റണി പറയുന്നു. ശ്രീനിവാസനെ കുറിച്ചുള്ള ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സ്ട്രോക്ക് വന്നതോടെയായിരുന്നു ആരോഗ്യം വഷളമായത്. വീട് വിട്ട് അധിക ദൂരമൊന്നും പോവാറില്ലായിരുന്നു. അസുഖം വന്നതിനു ശേഷം കുറുക്കൻ എന്ന സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അസുഖമൊക്കെ വന്നെങ്കിലും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയിരുന്നില്ല. തലേ ദിവസം വരെ സംസാരിച്ചിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ബ്രീത്തിങ് പ്രോബ്ലം വന്നതോടെയാണ് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഓൺ റോഡ് ഡെത്ത് എന്നാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിലുള്ളത്. സംസാരിക്കുകയും നല്ല ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പ്രതികരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. വിനീത് ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. ധ്യാൻ കോഴിക്കോടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇപ്പോഴും വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. മീഡിയക്കാർ ഇല്ലാത്തത് കൊണ്ട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ജയറാമേട്ടനെ കണ്ടിട്ടില്ല. പുള്ളി എന്തോ ഷൂട്ടിംഗ് തിരക്കിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ആരും ജയറാമേട്ടൻ വന്നോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. പുറമേയുള്ളവരാണ് ഇതേക്കുറിച്ച് ചോദിക്കുന്നത്. ചിലപ്പോൾ വരുമായിരിക്കും. ശ്രീനിയേട്ടൻ എല്ലാം തുറന്നു പറയുന്ന ആളാണെങ്കിലും ഒരാളുമായിട്ടും വഴക്കോ പ്രശ്നങ്ങളോ ഇല്ല. ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ തുറന്നു പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാവരെയും വലിയ ഇഷ്ടമാണ്. അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളയാൾ സത്യനന്ദിക്കാടാണ്. മരിച്ചപ്പോൾ പോലും എല്ലാം നോക്കി നടത്തിയത് പുള്ളിയായിരുന്നു. ശ്രീനിയേട്ടൻ കർമ്മങ്ങളിലൊന്നും താല്പര്യമില്ല. പക്ഷേ വിമല ചേച്ചി അമ്പലത്തിൽ പോവാറൊക്കെയുള്ള ആളാണ്. ചടങ്ങിനൊരു കർമ്മി വേണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ശാന്തിയെ ഞാനാണ് ഏർപ്പാടാക്കിയത്. ഈ സ്വാമിയെ എനിക്കറിയില്ല. അമൃതമഠത്തിൽ നിന്ന് വന്നതാണോ എന്നായിരുന്നു വിചാരിച്ചത്. പുള്ളി പുറത്താണ് നിന്നത്. നമ്മൾ കൊണ്ടുവന്ന ശാന്തി കർമ്മങ്ങളെല്ലാം ചെയ്താണ് മടങ്ങിയത്. നല്ല തിക്കും തിരക്കും കാരണം പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ധ്യാനും ഫാമിലിയും മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വിനീതും ഫാമിലിയും വരാറുണ്ട്. വെക്കേഷനിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു. കൊച്ചുമക്കളുമായും നല്ല അടുപ്പമായിരുന്നു. സിനിമാക്കാരനായി മാത്രമല്ല അദ്ദേഹം ജീവിച്ചത്. സഹായങ്ങൾ ചെയ്തത് പലർക്കും അറിയില്ല. പറയരുതെന്നാണ് പറയാറുള്ളത്. എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ദൈവാനുഗ്രഹം കിട്ടുമെന്നാണ് പറയാറുള്ളത്. വീട് വെച്ച് നൽകിയെങ്കിലും ഷിനോജും കുടുംബവും ഇപ്പോൾ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. സ്വന്തമായൊരു വീടില്ലാത്തത് കൊണ്ടായിരിക്കും അവൻ കല്യാണം കഴിക്കാത്തതെന്നായിരുന്നു പറഞ്ഞത്. വീടുകൾ കുറെ നോക്കിയെങ്കിലും നല്ലതൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നത്. സാധാരണക്കാരെ പോലെയാണ് അവരെല്ലാം നിൽക്കുന്നത്. സുഖമില്ലാതിരുന്ന സമയത്തെല്ലാം വിമല ചേച്ചി ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കിയിരുന്നത്. കൃത്യസമയത്ത് ഫുഡും മരുന്നുകളും ഒക്കെ കൊടുക്കും. ആ സമയത്ത് കോൾ വന്നാൽ പോലും എടുക്കില്ല. അദ്ദേഹം വീട്ടിലുണ്ടായാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു ചേച്ചിക്ക്. ഇങ്ങനെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവസാന നിമിഷവും മരിച്ചുവെന്ന് അറിഞ്ഞിരുന്നില്ല ചേച്ചിക്ക്. പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ സത്യൻ സാർ എത്തിയിരുന്നു. ഭാര്യയും മക്കളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണെന്നും ആന്റണി പറഞ്ഞിരുന്നു. ഇനി ഇതുപോലൊരു പ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ഈ സിനിമയെ പോലെ തന്നെ ശ്രീനിവാസന് പ്രിയപ്പെട്ടതായിരുന്നു കൃഷി. ഷൂട്ടിംഗ് ഇടവേളകളിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങിയ ശേഷം ശ്രീനിവാസന് കിട്ടിയ സുഹൃത്താണ് മനു ഫിലിപ്പ്. ഇരുവരും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ജൈവ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ധ്യാനാണ് അച്ഛനു വേണ്ടി മനുവിനൊപ്പം കൃഷി ചെയ്യുന്നത്. 14 വർഷത്തെ സൗഹൃദമാണ് ശ്രീനിയുമായി മനുവിന്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായിരുന്നവരിൽ മറ്റൊരാളാണ് മനു. ആന്റണിക്ക് പിന്നാലെ മനുവും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രിയ താരത്തിന്റെ വേർപാടോടെ സഹോദരൻ നഷ്ടപ്പെട്ടതുപോലെയാണ് മനുവിന്. വളരെ വർഷങ്ങളായി ശ്രീനിവാസന്റെ കുടുംബ സുഹൃത്താണ് കർഷകനും അയൽവാസിയുമായ മനു ഫിലിപ്പ്. ഇരുവരും ഒരുമിച്ചാണ് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്തു പോന്നിരുന്നത്. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം മനു ഉണ്ടായിരുന്നു. മരണം പെട്ടെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ വേർപാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനുവിന്റെ കണ്ണുകൾ നിറയും. 3-3.5 കൊല്ലം മുമ്പാണ് ശ്രീനേട്ടനും അസുഖം തുടങ്ങിയത്. ഒരു ദൂരയാത്ര കഴിഞ്ഞു വന്നപ്പോൾ ഒരു വശം അല്പം വീക്കായതുപോലെ തോന്നുന്നുവെന്ന് പറഞ്ഞു. അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി സ്ട്രോക്കിന്റെ ആരംഭമായിരുന്നുവെന്ന്.
അവിടെയാണ് തുടക്കമെന്ന് മനു ഫിലിപ്പ് ആ കുടുംബവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് അസുഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, നേരത്തെ മുതൽ ഷുഗർ ഉള്ളയാളാണ്. സിഗരറ്റ് നന്നായി വലിക്കുമായിരുന്നു. കഥ എഴുതുമ്പോൾ മുറി അടച്ചിരുന്ന് ഭയങ്കരമായി വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന ശീലം മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു. 3-4 വർഷം വലി നിർത്തിയിരുന്നു. അമേരിക്കൻ ട്രിപ്പ് പോയി വന്നതോടെ രണ്ടാമത് വീണ്ടും തുടങ്ങി. അതോടെയാണ് അസുഖം വരുന്നത്. കൃഷിയാണ് ശ്രീനിവാസനെയും മനുവിനെയും അടുപ്പിച്ചത്. ധ്യാൻ സ്വമേധയാ വന്നാണ് അച്ഛനെ കൃഷി ഏറ്റെടുത്തത്. സാറിന് കൃഷിയോട് കൂടുതൽ അടുപ്പമുണ്ട്. ഇടയ്ക്കിടെ അപ്ഡേഷൻസ് ചോദിക്കും. ധ്യാനിന് അത്രത്തോളം അടുപ്പമില്ല. നെൽകൃഷി, പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട്. വിളവെടുപ്പിനെല്ലാം ശ്രീനിയേട്ടൻ വരാറുണ്ടായിരുന്നു. കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം സ്ഥലം തന്നെ വാങ്ങിയത്. 2 ഏക്കറിൽ തുടങ്ങിയ കൃഷിയാണ്. കാട് മുഴുവൻ വെട്ടിത്തളിച്ചാണ് പാടമാക്കി മാറ്റിയെടുത്ത്. ഷൂട്ടിംഗ് തിരക്ക് കഴിഞ്ഞു വന്നാൽ ആദ്യം വരുന്നതും കൃഷി ഇടത്തിലേക്കാണ്. വയ്യാതായപ്പോഴും കാറിൽ വന്ന് കൃഷിയൊക്കെ വീക്ഷിക്കുമായിരുന്നു. മനു പറഞ്ഞു. കാല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡയാലിസിസിന് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. മനു, എനിക്ക് ഭയങ്കര വേദനയാണെന്നാണ് കണ്ടയുടൻ ശ്രീനിയേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരം. നടക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞു കുറച്ചു ദൂരം നടന്നു. പെട്ടെന്ന് വയ്യാതെയായി. ഉടനെ ഞങ്ങൾ എടുത്ത് വണ്ടിയിൽ കയറ്റി. ശ്രീനിയേട്ടന്റെ മരണം വലിയ സങ്കടമായി പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വണ്ടി ഓടിച്ചു പോയതെന്നും അറിയില്ല. ധ്യാനിനെയും വിനീതിനെയും വിവരങ്ങൾ അറിയിച്ചത് അർപ്പിതയാണ്. ശ്രീനേട്ടനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് ചേച്ചിയാണ്. ചേച്ചിയെ കണ്ടിട്ടില്ലെങ്കിൽ ശ്രീനേട്ടന് വിഷമമാണ്. കഥ എഴുതാനായി എവിടെ എങ്കിലും മാറി താമസിച്ചാൽ പോലും വിമല ചേച്ചിയെ ശ്രീനേട്ടൻ വിളിച്ചു വരുത്തും. രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. മരിക്കുന്നത് വരെ അവർ പ്രണയിച്ചു. വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. കൊച്ചുമക്കളെ കാണുമ്പോൾ ശ്രീനേട്ടനുള്ള സന്തോഷം ഭയങ്കരമാണ്. കൂടെയുള്ളത് ധ്യാനിന്റെ മകളാണല്ലോ. നല്ലൊരു മനുഷ്യനാണ് ശ്രീനേട്ടൻ. മക്കളെ അവരുടെ ഇഷ്ടത്തിനാണ് അദ്ദേഹം വിട്ടേക്കുന്നത്. അഭിമുഖങ്ങളിലെല്ലാം സംസാരിക്കുന്നത് പോലെ വീട്ടിൽ വന്നാലും എപ്പോഴും ചിരിച്ചു വർത്തമാനം എല്ലാമാണ് പറയുന്നത്. ഒരു മിനിറ്റ് പോലും ശ്രീനേട്ടന്റെ അടുത്ത് നിന്ന് ചേച്ചി മാറാറില്ല. അദ്ദേഹം മരിച്ചിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ലെന്നും മനു ഫിലിപ്പ് പറയുന്നു. അതേസമയം 1 മാസം കഴിയുന്നു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീനിവാസനെ നഷ്ടപ്പെട്ടിട്ട്. ആരോഗ്യത്തിന് അദ്ദേഹം അല്പം കൂടി പ്രാധാന്യം നൽകിയിരുന്നുവെങ്കിൽ, പുകവലി പോലുള്ള ദുശീലങ്ങൾ അല്പം നേരത്തെ നിർത്തിയിരുന്നുവെങ്കിൽ കുറെ കാലം കൂടി അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കാനും പ്രിയ കലാകാരന്റെ എഴുത്തുകളും അഭിനയ മികവും ആസ്വദിക്കാനും മലയാളികൾക്ക് കഴിയുമായിരുന്നു. എല്ലാ കാലത്തും ഹിറ്റായി നിന്ന കോംബോയാണ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടും. മലയാള സിനിമയിലെ എവർഗ്രീൻ കോംബോ. ദാസിനെയും വിജയനെയും ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ല. മോഹൻലാലിന്റെ കരിയറിൽ വലിയൊരു നാഴികക്കല്ലായി എന്നും ശ്രീനിവാസിന്റെ തൂലികയിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളുണ്ട്. ശ്രീനിവാസന്റെ തിരക്കഥകളാണ് മോഹൻലാലിനെ ജനപ്രിയനാക്കി മാറ്റാൻ സഹായിച്ചതിലേറെയും. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾക്ക് ഇന്നും ആസ്വാദകരുണ്ട്. പലരുടെയും സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് മോഹൻലാൽ ശ്രീനിവാസൻ സിനിമകൾ. ഒരിടയ്ക്ക് ഇരുവരും തമ്മിൽ ചെറിയ അകൽച്ചയിലും പിണക്കവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇരുവരും വീണ്ടും ആ പഴയ സൗഹൃദം ശക്തമാക്കിയിരുന്നു. പത്മശ്രീ, ഡോക്ടർ, സരോജ് കുമാർ പോലുള്ള സിനിമകൾ ചെയ്ത ശേഷമായിരുന്നു മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ അകൽച്ച വന്നത്. പക്ഷേ പിന്നീട് ശ്രീനിവാസന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടി തുടങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വീണ്ടും ശക്തമായി. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും നല്ലൊരു അടുപ്പമുണ്ട്. ശ്രീനിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലിരുന്ന് വിങ്ങുന്ന മോഹൻലാലിനെ മലയാളികൾ കണ്ടതുമാണ്.